ഹൈ പ്രോട്ടീൻ എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റിയിട്ട് ലീൻ പ്രോട്ടീൻ ഫുഡിലോട്ട് മാറുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. കാരണം ഈ ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ ഹൈ ആയിട്ടുള്ള പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ലീൻ പ്രോട്ടീൻ ആകുമ്പോൾ അതിൽ ഹൈ പ്രോട്ടീൻ ഉണ്ട്, പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റും കാലോറീസും അതിൽ കുറവാണ്. അപ്പോൾ നമുക്ക് സെറ്റൈറ്റി നമ്മളെ വയറ് ഫുള്ളാണെന്നുള്ള തോന്നലും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഫുഡും കുറയും, നമുക്ക് ഒരു വെയിറ്റ് മാനേജ്മെന്റ് അവിടെ നടത്താനും പറ്റും. ലീൻ പ്രോട്ടീനിൽ വരുന്നതാണ് ഈ മുട്ട, പിന്നെ ഗ്രീക്ക് യോഗേർട്ട്, അതേപോലെ നട്ട്സ് ആൻഡ് സീഡ്സ്, ചിക്കൻ ബ്രസ്റ്റ്, ലെഗ്യൂംസ്, ഫിഷ് ആൻഡ് സീ ഫുഡ്, ഇതൊക്കെ ഈ ലീൻ പ്രോട്ടീനിൽ പെട്ടതാണ്. പിന്നുള്ളത് ഈ ഹൈ പ്രോട്ടീൻ വെച്ച് കഴിക്കുമ്പോൾ കീറ്റോസിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. കീറ്റോസിസ് എന്ന് പറയുമ്പം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി ഫോം ചെയ്തിട്ട് നമുക്ക് ബാഡ് ബ്രെത്ത്, പിന്നെ നമ്മുടെ ശ്വാസത്തിന് ഒരു നല്ലതല്ലാത്ത അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. ലീൻ പ്രോട്ടീൻസ് യൂസ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടെ കഴിക്കണം. കാരണം ലീൻ പ്രോട്ടീനിൽ ഞാൻ പറഞ്ഞല്ലോ എനർജി കുറവ്, കലോറി കുറവാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് വേണം നമ്മുടെ ശരീരത്തിൽ എനർജി തരാൻ, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ആവും ഡയറക്റ്റ് നമ്മുടെ ശരീരം യൂസ് ചെയ്യുക. ഒരു വ്യക്തിക്ക് ഡെയിലി കിട്ടേണ്ട പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 0.8 ഗ്രാം, മിനിമം 0.8 ഗ്രാം. അവരെ ബോഡി വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ ഡേ, ബോഡി വെയിറ്റ് ഇൻറ്റു 0.8 ഗ്രാം ഒരു ഡേയിൽ കിട്ടേണ്ടത്. എത്രയാണോ ബോഡി വെയിറ്റ് അതിന്റെ ഇൻറ്റു 0.8 ഗ്രാം പെർ ഡേ. അപ്പൊ അത് അവരുടെ ഏജ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ 1.1, പ്രഗ്നൻസി ടൈമിൽ ഒന്നുകൂടി നല്ല ഇൻടേക്ക് വേണം. ഉള്ളിലും കൂടി ഒരാളുള്ളത് കൊണ്ട് ഇൻടേക്ക് ഒന്നുകൂടി കൂടണം.